ഞാൻ നിന്നെ പ്രസവിച്ചതാണെന്നുള്ളതിന്റെ തെളിവേ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോടാ? എടാ, നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ സുകുമാരി ഏതെങ്കിലും കായലിൽ ചാടി ചാകുമെന്നാണോ കരുതിയിരിക്കുന്നേ? എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ടടാ. ഈ ഏറ്റു എന്ന് പറഞ്ഞിട്ടേ പണ്ട് പറ്റിയ അബദ്ധങ്ങളൊന്നും പറ്റരുത്. ഇപ്പൊ തന്നെ പാതാള കുഴിയിലാ കിടക്കുന്നേ. മുത്തശ്ശി, ഈ സിനിമയെന്ന് പറഞ്ഞാലേ ഒരു ഭാഗ്യക്കുറിയാ. നമ്മുടെ ഭാഗ്യത്തിന് കൃത്യമായിട്ട് ചാൻസ് കിട്ടിയാലേ നമ്മുടെ പ്രശ്നങ്ങൾ അതോടെ തീരും. നമുക്ക് ഇറങ്ങാം മുത്തശ്ശി. ബാ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. രണ്ടുപേരും കൂടി എങ്ങോട്ടാ പോകുന്നു? അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? ആരുടെ അച്ഛൻ? ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജനിച്ചല്ല എന്ന് പറഞ്ഞത് മറന്നുപോയോ? പറഞ്ഞ കണക്കനുസരിച്ച് ഞാനാണല്ലോ അനാഥ. അപ്പൊ പിന്നെ ഞാൻ എങ്ങോട്ട് പോകുന്നു, എപ്പ തിരിച്ചു വരുന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവള് പറഞ്ഞതിന്റെ മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. ഞാൻ കൂടെ ഒന്ന് കേക്കട്ടെ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാനാണോ? അമ്മയോട് ചോദിച്ചത് കേട്ടില്ലേ? ആരുടെ അമ്മ? പ്രിയങ്ക നിങ്ങൾക്ക് ജനിച്ചതാണെന്ന് തെളിയിക്കാൻ നീ അവളോട് പറഞ്ഞില്ലേ? അമ്മയെന്ന് വിളിക്കാൻ അവകാശമുണ്ടോന്ന് നീ പോയൊന്ന് തെളിയിക്കാൻ. ഞാൻ നിന്നെ പ്രസവിച്ചതാണെന്നുള്ളതിന്റെ തെളിവേ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോടാ? എടാ, നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ സുകുമാരി ഏതെങ്കിലും കായലിൽ ചാടി ചാകുമെന്നാണോ കരുതിയിരിക്കുന്നേ? എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ടടാ. അത്രേ ഉള്ളൂ ഞാനും നീയും തമ്മിലുള്ള ബന്ധം. വടിമോളെ. എങ്ങനെങ്കിലും പറഞ്ഞു ജയിക്കണമെന്നേ ഉള്ളൂ അമ്മയ്ക്ക്. അല്ലാതെ ആരുടെയെങ്കിലും മനസ്സ് വേദനിക്കുന്നോ അവരെ കരയുന്നോ ഒന്നും അറിയണ്ട. ഞാൻ കുറച്ചു കാലം മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നു. നാട്ടിലൊരു കുടുംബ പ്രശ്നം ഉണ്ടായ മധ്യസ്ഥനായി എല്ലാവർക്കും വേണ്ടിയിരുന്നത് ഈ ദേവനാരായണൻ തിരുമാനിയ. അങ്ങനെ ആവുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കും, അകന്നുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കും. അതൊക്കെയായിരുന്നു ചാർത്തി തന്നിരുന്ന പട്ടങ്ങള്. എന്നിട്ടിപ്പോ സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇനിയിപ്പോ എന്റെ ജന്മം കൂടി ഞാൻ തെളിയിക്കണം. വേണമെങ്കിൽ ഈ പറഞ്ഞതിന് കേസ് കൊടുക്കാൻ പോലും മടിക്കില്ല അമ്മ. ആ, ജനിപ്പിച്ചതല്ലേ, കൊല്ലാനുള്ള അവകാശമുണ്ടല്ലോ. പ്രതികാര ബുദ്ധി കൊണ്ട് അമ്മയ്ക്ക് കണ്ണു കണ്ടുകൂടാ. ഇതൊക്കെ കണ്ടും കേട്ടും ശേഷിച്ചാൽ ശേഷിച്ചു എന്നേ പറയാൻ പറ്റൂ. ഒന്നിനും ഒരു ഉറപ്പില്ല. May I come in, doctor? Yes, come in. മാഡത്തിന്റെ കണ്ടീഷൻ ഇപ്പൊ ബെറ്റർ ആണ്, പക്ഷെ സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റു പ്രശ്നങ്ങളൊന്നും ശ്യാമ മാഡത്തിനില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം അത് നിസ്സാരമായ കാര്യമല്ല. സ്വന്തം മകളുടെ മുമ്പിൽ സ്വന്തം ഐഡന്റിറ്റിയിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അമ്മയുടെ മാനസികാവസ്ഥ അത് ഹൊറിബിൾ ആണ്. മകൾ തന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ വിശ്വാസം ഉള്ളിലുണ്ടായിട്ടും പൂർണ്ണത കൈവരിക്കാൻ പറ്റാത്ത സ്നേഹം മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന്
ആ പെൺകുട്ടിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ അമ്മയും മകളെ ഒന്നിച്ചു ചേർക്കാൻ നോക്ക്. അല്ലാതെ ഇത്തരം മാനസികാവസ്ഥ തുടർന്ന ഡീപ്പ് ഡിപ്രഷന് തന്നെ കാരണമാകാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ നിലയിലേക്ക് മടക്കിക്കൊണ്ടുവരിക ബുദ്ധിമുട്ടാകും. ഡോക്ടർ, ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. മാനസികാരോഗ്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അസുഖബാധിതയാകുന്ന ഒരാൾക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നത് തന്നെയാണ് മരുന്ന്. നമുക്ക് ചികിത്സ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇനി ഞങ്ങളത് വൈകിക്കില്ല മാഡം. ഗുഡ്. ചെറിയമ്മയുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഞങ്ങൾക്ക് പ്രശ്നമാ. എത്രയും പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ അവരെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കാം. അത് മറ്റൊരു ഷോക്കിന് കാരണമാകരുത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഞാൻ തരാം. പലരുടെയും മനസ്സ് ഒരു നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒന്നിടറിപ്പോയാ വീഴുന്നത് ഒരു പടുകുഴിയിലേക്കായിരിക്കും. സോ ബി കെയർഫുൾ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. അപ്പൊ ശരി. എന്താ ഇവര് കാണിക്കുന്നേ? സർ, പിടിച്ചോണ്ട് പോകുന്ന സീനെന്നല്ലേ പറഞ്ഞ്? ഇവരെന്താ എന്നെ വെട്ടാൻ നോക്കുന്നേ? ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ? ഞാൻ പറഞ്ഞിട്ടടി. ഇപ്പൊ ആരംഭിച്ച ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പൊ ഇവിടെ തന്നെ പൂർത്തിയാവും, നിന്റെ മരണത്തോടെ. ശരത്തെ, വെറുതെ തമാശ പറയരുത്. കോടിക്കണക്കിന് രൂപയാ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ, കൊല്ലുന്നുണ്ട് ഞാൻ. നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത്? നിന്നെപ്പോലൊരു പീരയുടെ പിറകെ നടന്ന് ജീവിതം കളയുന്നവനാണെന്ന്. നീ കണ്ട സ്വപ്നങ്ങളെക്കാൾ ഒരു 100 ഇരട്ടി കണ്ടവനാ ഞാൻ. ഇത്രയും കാലം ഒരു അടിമയെ പോലെ നിന്റെ കാല് പിടിച്ച് കാല് നക്കിയൊക്കെ കൂടെ നടന്നതേ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിന്റെ പണം. അതിന് അവകാശം ചോദിക്കാൻ ഒരുത്തിയും ഉണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് പോവാം. നീ ആഗ്രഹിച്ച ജീവിതത്തിലേക്കല്ല, ഞാൻ കൽപ്പിച്ച മരണത്തിലേക്ക്. കൊല്ലടേ ഇവിടെ.